ഈ വരുന്നത് സാൻവിക്കുട്ടിക്കുള്ളൊരു സർപ്രൈസുമായിട്ടാണ് കേട്ടോ. ശ്രീകൃഷ്ണ ജയന്തിക്കുള്ള മയിൽപ്പീലിയും കിരീടവും ഒക്കെ ആയിട്ടാണ് ഇന്ന് അതുൽ മാമന്റെ വരവ്. അപ്പൊ ഇത് എന്താണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സാൻവിക്കുട്ടി. അപ്പൊ നമുക്ക് ഒരുക്കണം എന്നുണ്ടെങ്കിൽ ആൾ ഉറങ്ങുന്ന സമയത്തേ പറ്റുള്ളൂ. അപ്പൊ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. പിരികെഴുതുന്നതും പൊട്ട് തൊട്ടതും ഒക്കെ ഈ സമയത്താണ്. അപ്പം പക്ഷെ ഉണർന്ന സമയത്താണെങ്കിലോ ഈ പൊട്ടൊക്കെ അങ്ങ് പോയി കേട്ടോ. എങ്കിൽ പോലും ഇതാണ് നമ്മുടെ സാൻവിക്കുട്ടിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആള് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. കിരീടമൊക്കെ വെച്ച് കൊടുത്തപ്പോഴാണെങ്കിലും മുണ്ടെടുത്തപ്പോഴാണെങ്കിലും മാലയൊക്കെ ഇട്ട് കൊടുത്തപ്പോഴാണെങ്കിലും ആള് വലിയ ബുദ്ധിമുട്ടൊന്നും കാണിച്ചില്ല. ആളിതൊക്കെ എല്ലാം പുതിയതായതുകൊണ്ട് തന്നെ എന്താണ് എന്ന് വളരെ നിരീക്ഷണത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. നമ്മുടെ ഘോഷയാത്ര നമുക്ക് കുറച്ച് ദൂരെ നിന്നാണ് വീട്ടിൽ നിന്ന്. അപ്പൊ നമ്മൾ അവിടേക്ക് പോവാണ്. അപ്പൊ അവിടെ പോയ സമയത്ത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഘോഷയാത്ര. നമ്മൾ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. സാൻവിക്കുട്ടിയുടെ ആദ്യത്തെ ഘോഷയാത്രയാണ് കേട്ടോ. അപ്പൊ ഘോഷയാത്ര വന്ന സമയത്താണ് കുറേ ഉണ്ണിക്കണ്ണന്മാരും രാധമാരും നല്ല രീതിയിൽ ഒരുങ്ങിയിട്ടാണ് എല്ലാ മക്കളും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 2-3 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുള്ള കുട്ടികളുടെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഘോഷയാത്രയോടൊപ്പം നമ്മളും ജോയിൻ ചെയ്തു. നമ്മളെ വീടിനടുത്തുള്ള 2-3 ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ കൂടെയാണ് നമ്മൾ നിന്നിട്ടുള്ളത് കേട്ടോ. നമ്മളെ ഘോഷയാത്ര കുറച്ച് വലുതാണ്, മറ്റൊന്നുമല്ല. നമ്മളെ ഈ ഒരു ദേശത്ത് നിന്ന് തന്നെ 1, 2, 3 ഏരിയകളായിട്ട് തിരിച്ചിട്ട് അവർ ഓരോരുത്തരും ഒരുങ്ങി വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല സഹകരണത്തോടു കൂടി കുട്ടികളെയും മക്കളെയും എല്ലാവരെയും തന്നെ, വലിയ ആളുകളൊക്കെ ആണെങ്കിലും എല്ലാവരും തന്നെ നല്ല രീതിയിൽ ഒരുങ്ങി എല്ലാവരും ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഉണ്ണിക്കണ്ണനാണെങ്കിൽ മുന്നിലുള്ള ചേച്ചിയുടെ മുടിയൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രല്ല കൂടെയുള്ള ഉണ്ണിക്കണ്ണന്മാരുടെ മയിൽപ്പീലിയൊക്കെ പോയി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സാൻവി ഉണ്ണിക്കണ്ണനായിരുന്നു ഏറ്റവും ചെറുത് എന്നുള്ളതാണ് ഈ ഒരു ഘോഷയാത്രയുടെ പ്രത്യേകത. അപ്പം സാൻവിക്കുട്ടിയുടെ ആദ്യത്തെ ഘോഷയാത്ര നമ്മളത് ഇവിടെ സമാപിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള കുറേ ആളുകൾ വേഷമൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അധികം ദൂരമൊന്നും പോയിട്ടില്ല. നമ്മളത് ചെറിയ കണ്ണനായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദൂരെ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സാൻവിക്കുട്ടിയുടെ ആദ്യത്തെ ശ്രീകൃഷ്ണ ജയന്തി നല്ല രീതിയിൽ സാൻവിക്കുട്ടി ആസ്വദിച്ചു. അപ്പം നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയായിരുന്നു എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യുക.